ഹായ് ഗൈസ്, 10ൻ്റെ പ്ലസ് ടു റിസൾട്ട് വന്ന കാര്യം അറിഞ്ഞാണോ അല്ലേ? ഈ പിള്ളേരിലെ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് അടുത്തത് 10 കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് സ്ട്രീമിലോട്ടാണ് പോകണേ? സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് ഫീൽഡിലോട്ടാണ് പോകണേ? എഞ്ചിനീയറിംഗ് ആണോ, മെഡിക്കൽ ഫീൽഡാണോ, അങ്ങനെയൊക്കെ. ഇവർ ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു ഡിസിഷൻ ആയിരിക്കും ഇവരുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇവരെന്തായി തീരുമാനിക്കുന്ന ഒരു ഡിസിഷനാണ്, ക്രിട്ടിക്കൽ പോയിൻ്റാണിത്. ഇവിടെ ഇപ്പോൾ സൂക്ഷ്യം കണ്ടൊക്കെ തീരുമാനം എടുത്തില്ലെങ്കിൽ ഭാവി കുട്ടിച്ചോറാവും. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ പലരും പല കോഴ്സ് പോയി ചേരുന്നത്. ഒന്നെങ്കിൽ വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും അവർ പോയി ചേരുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാർ അതിന് ചേരുന്നു, അതുകൊണ്ട് ഞാനും ഇതിന് ചേരുന്നു. അല്ലെങ്കിൽ ഇത്ര നാളും വീട്ടിലായിരുന്നു, അപ്പോൾ ഹോസ്റ്റലിൽ ചേരാൻ വേണ്ടി ദൂരെ എവിടെയെങ്കിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി ചേരുന്നു. പലരും കോഴ്സുകളൊന്നും പറ്റി അറിയാണ്ട്, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കോഴ്സാണോ, അതായത് അവരുമായിട്ട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണോ എന്ന് നോക്കാണ്ടൊക്കെ ആയിരിക്കും പലരും പോയി കോഴ്സിന് ചേരുന്നത്. കോഴ്സിന് ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് പറ്റുന്ന പണിയല്ലെന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും ഇവന്മാർ ആ കുറ്റം കോഴ്സിന് തലേങ്ങ് വെച്ച് കൊടുക്കും. കോഴ്സിനും പറയും, കോളേജിനും പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇനി ആ പേടി വേണ്ട, ഞാനൊരു ട്രിക്ക് പഠിപ്പിച്ചു തരാം. ഇറ്റ്സ് കോൾഡ് SWOT അനാലിസിസ് എന്ന് പറയും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് നേടാൻ പറ്റുന്ന, നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്, പിന്നെ നമ്മുടെ സ്ട്രെങ്ത് പോരായെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന ത്രെട്ടുകൾ ഏതൊക്കെയാണ്, ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു ബുക്കും പേനയും എടുത്തിട്ട് ഒരു പേപ്പറിൽ 4 കോളം വരക്കുക. ആദ്യത്തെ കോളത്തിൽ സ്ട്രെങ്ത്ത്, രണ്ടാമത്തെ കോളത്തിൽ വീക്ക്നെസ്, മൂന്നാമത്തെ കോളത്തിൽ ഓപ്പർച്യൂണിറ്റി, 4 ത്രെട്ട് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവുകളൊക്കെ ഒരു പേപ്പറിൽ എഴുതുക. രണ്ടാമത് നിങ്ങളുടെ വീക്ക്നെസ്സുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാണ് പേടിയുള്ളത്, അത് എഴുതുക. മൂന്നാമതായിട്ട് നിങ്ങളുടെ നിലവിലെ കഴിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, എന്തൊക്കെ ജോലി സാധ്യതകൾ കിട്ടുമെന്ന് നിങ്ങൾ എഴുതണം. നാലാമതായിട്ട് നിങ്ങളുടെ ഈ വീക്ക്നെസ് കൊണ്ട് നിങ്ങൾ നേരിടുന്ന ത്രെട്ടുകൾ എഴുതണം. ആ ത്രെട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ എഴുതിയിരിക്കണം. ഇതെല്ലാം എഴുതി കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു ഐഡിയ കിട്ടും. അടുത്തെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇതിപ്പോൾ നമ്മൾ മാത്രം ചെയ്താൽ പോരാ. നിങ്ങളിപ്പോൾ ഒരു സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ അവരെ കൊടുത്തിട്ട് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കണം. അതായത് നമ്മളെപ്പറ്റി അവരെന്താ ധരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതുവഴി അറിയാൻ പറ്റും. നമുക്ക് എന്തോരം സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് എന്തോരം വീക്ക്നെസ് ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെക്കാളും നന്നായിട്ട് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇത് രണ്ടും ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. നമുക്കത് വേണമെങ്കിൽ കൂട്ടാം, അത് വേണമെങ്കിൽ കുറക്കാം. പിന്നെ ഈ ഓപ്പർച്യൂണിറ്റീസും ത്രെട്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. നമുക്ക് അതിൻ്റെ കാര്യത്തിൽ ചില സമയത്ത് ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല.